PSLV C-62 പരാജയത്തിൻ്റെ പേരിലുള്ള പുതിയ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് എന്നും നല്ല മാർക്കറ്റായതുകൊണ്ട് മുഖ്യധാരയിലും അല്ലാതെയുമുള്ള മാധ്യമങ്ങൾ അവരവരുടേതായ രീതിയിൽ കഥകൾ മെനയുകയാണ്. റീച്ചിനു വേണ്ടിയുള്ള ഈ ഓൺലൈൻ പോരാട്ടത്തിൽ ഇരയാക്കപ്പെടുന്നത് ISRO എന്ന മഹാസ്ഥാപനവും അവിടുത്തെ ഋഷിതുല്യരായ ശാസ്ത്രജ്ഞന്മാരുമാണ് എന്നതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. സ്പേസ് ടെക്നോളജിയിൽ പരാജയങ്ങൾ എന്നത് വിജയങ്ങളുടെ ഭാഗമായ ഒരു മറുവശമാണ്. ഏറ്റവും വിശ്വസ്തമായ റോക്കറ്റുകളും ഇടയ്ക്ക് പരാജയപ്പെടാറുണ്ട്. ആ പരാജയങ്ങളെ മറികടന്നാണ് മഹാവിജയങ്ങൾ നേടിയിട്ടുള്ളത്. അതിന് ISROയിൽ തന്നെ ഒരുപാട് ചരിത്രമുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തിരുവനന്തപുരത്ത് VSSCയിൽ നടത്തിയ സന്ദർശനത്തെ തുടർന്നാണ് പുതിയ തിയറികൾ രൂപപ്പെട്ടിരിക്കുന്നതും ഒരു അടിസ്ഥാനവുമില്ലാത്ത സ്പെക്കുലേഷനുകൾ നിരുത്തരവാദിത്വത്തോടെ പ്രചരിപ്പിക്കുന്നതും. നമുക്കിന്ന് ഈ വിഷയം സംസാരിക്കാം. എന്നാൽ തുടങ്ങിയാലോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ ജീവൻ. കഴിഞ്ഞ മാസം, അതായത് 2026 ജനുവരി 12-നാണ് എല്ലാ ഭാരതീയരെയും നിരാശയിലാഴ്ത്തിക്കൊണ്ട് ഇന്ത്യയുടെ വിശ്വസ്ത വിക്ഷേപണ വാഹനം PSLV രണ്ടാമതും പരാജയപ്പെട്ടത്. DRDO നിർമ്മിച്ച ഒരു സൈനിക ഉപഗ്രഹവും ഏതാനും വിദേശ ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ 16 സാറ്റലൈറ്റുകളാണ് അന്ന് PSLV C-62 ദൗത്യത്തിൽ വിക്ഷേപിച്ചത്. വിക്ഷേപണവും ആദ്യ 2 ഘട്ടങ്ങളുടെ പ്രവർത്തനവും സ്റ്റേജുകളുടെയും ഉപഗ്രഹങ്ങളെ കവർ ചെയ്തിരിക്കുന്ന ഹീറ്റ് ഷീൽഡിൻ്റെയും സെപ്പറേഷനൊക്കെ വളരെ സ്മൂത്തായി നടന്നു. 4 ഘട്ടങ്ങളുള്ള റോക്കറ്റിൻ്റെ 3-ാം ഘട്ടത്തിൻ്റെ ജ്വലനവും പ്രതീക്ഷിച്ചതുപോലെ തന്നെ തുടങ്ങി. 3-ാം ഘട്ടം പ്രവർത്തിച്ചു തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ റോക്കറ്റ് അസ്വാഭാവികമായി പെരുമാറാൻ തുടങ്ങി. അതിൻ്റെ ഡെസിഗ്നേറ്റഡ് പാതയിൽ നിന്ന് വ്യതിചലിച്ച് വാഹനം ഒന്നായി വട്ടം തിരിയാൻ തുടങ്ങി. ലോഞ്ച് സീക്വൻസ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും. ആ റോക്കറ്റ് ആ ഘട്ടത്തിൽ പമ്പരം പോലെ കറങ്ങുകയായിരുന്നു. അപ്പോഴും 3-ാം ഘട്ട എഞ്ചിൻ പ്രവർത്തിക്കുകയായിരുന്നു. റോക്കറ്റ് ആദ്യഘട്ടം പിന്നിട്ടാൽ ക്ലോസ്ഡ് ലൂപ്പ് ഗൈഡൻസ് സിസ്റ്റം എന്ന കമ്പ്യൂട്ടർ സംവിധാനമാണ് പൂർണ്ണമായും കൺട്രോൾ ചെയ്യുക. ഈ സമയത്ത് ഗ്രൗണ്ട് സ്റ്റേഷനിൽ ഇരിക്കുന്നവർക്ക് കാര്യങ്ങൾ അറിയാം എന്നുള്ളതല്ലാതെ അതിലൊന്നും ചെയ്യാനില്ല. ഇവിടെ ക്ലോസ്ഡ് ലൂപ്പ് ഗൈഡൻസ് സിസ്റ്റത്തിൻ്റെ കൺട്രോളിൽ 3-ാം ഘട്ടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ ഘട്ടം ജ്വലിച്ചു തീർന്നപ്പോഴേക്ക് റോക്കറ്റിൻ്റെ ഗതി മാറി ദൗത്യം പരാജയപ്പെട്ടു. കഴിഞ്ഞ മെയ് മാസത്തിലും 3-ാം ഘട്ടത്തിലെ പ്രശ്നം കാരണം PSLV C-61 ദൗത്യം പരാജയപ്പെട്ടിരുന്നു. 3-ാം ഘട്ടത്തിലെ ഇന്ധനം സൂക്ഷിച്ചിരുന്ന ടാങ്കിൽ പ്രഷർ കുറഞ്ഞത് കാരണം ഇന്ധനം കത്തുന്ന ചേമ്പറിലേക്ക് ആവശ്യത്തിന് ഫ്യൂവൽ എത്താതിരിക്കുകയും വേണ്ട രീതിയിൽ ഇന്ധനം ജ്വലിക്കാതിരിക്കുകയും ചെയ്തപ്പോഴാണ് റോക്കറ്റ് പരാജയപ്പെട്ടത്. നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ പെട്രോൾ റിസർവ് ആയാൽ വണ്ടി എഞ്ചിൻ ഇടിച്ചിടിച്ച് നിൽക്കില്ലേ? അതുപോലെ അതിലും ഒരു സൈനിക ഉപഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. 2 ദൗത്യങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടു. 2 ദൗത്യങ്ങളും പരാജയപ്പെട്ടത് 3rd സ്റ്റേജിൽ. 2-ലും ഒരു സൈനിക ഉപഗ്രഹം ഉണ്ടായിരുന്നു. പോരെ, ഗൂഢാലോചനാ സിദ്ധാന്തക്കാർക്ക് വേറെ എന്തു വേണം? ISROയിൽ ചാരന്മാർ നുഴഞ്ഞുകയറി. പുറത്തുനിന്ന് വാങ്ങിയ ഘടകങ്ങളിൽ ചതി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ചൈന ലേസർ കൊണ്ട് വീഴ്ത്തി. കൺട്രോൾ സോഫ്റ്റ്വെയറുകളിൽ ചൈനയും അമേരിക്കയും മാൽവെയറുകൾ സ്ഥാപിച്ചു. രാജ്യം അപകടത്തിലാണ്. അങ്ങനെ ഭീതി വ്യാപാരം പൊടിപിടിക്കുമ്പോഴാണ് അജിത് ഡോവലിൻ്റെ വരവ്. അപ്പോൾ ഉറപ്പിച്ചു, സംഗതി അത് തന്നെ. ചതി നടന്നത് തിരുവനന്തപുരത്താണ്. അല്ലെങ്കിൽ എന്തിന് അജിത് ഡോവൽ രഹസ്യമായി തിരുവനന്തപുരത്ത് വരണം, VSSCയിൽ മീറ്റിങ്ങുകൾ നടത്തണം? നോക്കൂ കൂട്ടുകാരെ, 2 പരാജയങ്ങളും 3-ാം ഘട്ടത്തിലായിരുന്നു എന്നതിനർത്ഥം ഒരേ കുഴപ്പമായിരുന്നു എന്നല്ല. ആദ്യത്തേത് പ്രഷർ ചേമ്പറിൽ പ്രഷർ കുറഞ്ഞത് കാരണം എഞ്ചിൻ വേണ്ട വിധം വർക്ക് ചെയ്തില്ല. എന്നാൽ ഇപ്പോഴത്തെ സംഭവത്തിൽ ആ കുഴപ്പം പരിഹരിച്ച് എഞ്ചിൻ പൂർണ്ണമായും വർക്ക് ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് റോക്കറ്റ് കിടന്ന് വട്ടം തിരിഞ്ഞത് എന്നത് ഡേറ്റകൾ പരിശോധിച്ച് വിശകലനം ചെയ്തതിന് ശേഷമേ അറിയാൻ കഴിയൂ. നമ്മൾ പടികൾ ഇറങ്ങുമ്പോൾ ഒരു 2 പ്രാവശ്യം 5-ാമത്തെ പടിയിൽ വീണു എന്നിരിക്കട്ടെ. ആദ്യം വീണത് പടിയിൽ വെള്ളം കിടന്നത് തെന്നിയാണെങ്കിൽ 2-ാമത്തെ പ്രാവശ്യം വീണത് തലകറങ്ങിയതാണെങ്കിലോ? അതുപോലെ 5-ാമത്തെ പടി എന്നത് യാദൃശ്ചികം മാത്രമാണ്. ഇതിനിടയിൽ വേറൊന്ന് സംഭവിച്ചിരുന്നു കേട്ടോ. PSLV പരാജയത്തിന് തൊട്ടു പിന്നാലെ ഒരേ ദിവസം ചൈനയുടെ 2 ലോഞ്ചുകൾ പരാജയപ്പെട്ട് റോക്കറ്റുകൾ തലകുത്തി വീണു.
അതിലൊന്ന് അവരുടെ ഏറ്റവും വിശ്വസ്തമായ, അവർ മനുഷ്യരെ വരെ അയക്കാറുള്ള ലോങ് മാർച്ച് 5. ഈ 2 ലോഞ്ചും അവരുടെ മിലിറ്ററി ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. എന്താണെന്നുള്ളത് അറിയില്ല. അതിലെന്തായാലും ചൈനയോ ചൈനീസ് മാധ്യമങ്ങളോ ഇന്ത്യയുടെ പങ്ക് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ടില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴാണ് അജിത് ഡോവൽ കേരളത്തിലെത്തി എന്നറിയുന്നത്. ഡൽഹിയിൽ നിന്നുള്ള യാത്രയിൽ ഇവർ ഒരുമിച്ചുള്ള ഒരു സെൽഫി രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് ചെയ്തിരുന്നു. നോക്കൂ കൂട്ടുകാരെ, അജിത് ഡോവൽ പൊതുവെ മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുഴുവനും കർട്ടന് പിന്നിലാണ്. രാജ്യത്തിൻ്റെ സുരക്ഷാ സംബന്ധിയായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാജ്യം മുഴുവൻ യാത്ര ചെയ്യാറുണ്ട്. അതാരും അറിയാറില്ല. അതീവ രഹസ്യ സ്വഭാവമുള്ള യാത്രയാണെങ്കിൽ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനത്തിലായിരിക്കും. പോലീസിലെയും സർക്കാരിലെയും ഉന്നത തലത്തിലുള്ളവർക്കല്ലാതെ ഒരു ഈച്ച പോലും അറിയാതെയാണ് ആ യാത്രകളൊക്കെ ചെയ്യാറുള്ളത്. ഒരു സാധാരണ വിമാനത്തിൽ സാധാരണ യാത്രക്കാർക്കൊപ്പം അജിത് ഡോവൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു എന്നതിനർത്ഥം അതൊരു റുട്ടീൻ വിസിറ്റ് മാത്രമായിരുന്നു എന്നാണ്. രാജീവ് ചന്ദ്രശേഖർ സെൽഫി എടുത്തത് അലമാരിയിൽ വെച്ച് പൂട്ടാനല്ല, അത് പബ്ലിഷ് ചെയ്യാനാണ് എന്നറിയാത്ത ആളാണോ അജിത് ഡോവൽ? അദ്ദേഹം സെൽഫി എടുക്കാൻ അനുവദിച്ചെങ്കിൽ അതിനർത്ഥവും വേറൊന്നല്ല. ഈ യാത്ര അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായുള്ള സാധാരണ യാത്ര മാത്രമാണ് എന്നതാണ്. അല്ലാതെ VSSയിൽ വന്ന് ആരെയും തൂക്കിക്കൊല്ലാനൊന്നും അല്ല. PSLV വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. പിന്നെ എന്തിനാണ് തിരുവനന്തപുരത്ത് വന്നത് എന്നാണ് മറ്റൊരു ചോദ്യം. നോക്കൂ, ISROയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം VSSയിൽ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ വിക്ഷേപണ വാഹനങ്ങളുടെ ഘടകങ്ങളെല്ലാം നിർമ്മിക്കുന്നതും അസംബിൾ ചെയ്യുന്നതും VSSയിലാണ്. പിന്നീട് ശ്രീഹരിക്കോട്ടയിലെത്തിച്ച് അവിടെ വെച്ച് റോക്കറ്റ് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുക. ISROയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻ്ററാണ് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ അഥവാ VSSC. നമ്മുടെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൻ്റെ തലസ്ഥാനമാണത്. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജികൾ റോക്കറ്റിൽ മാത്രമല്ല, സ്ട്രാറ്റജിക്കായ പല മേഖലകളിലും ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണ്, എന്തൊക്കെയാണ് എന്നതൊക്കെ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ടോപ്പ് സീക്രട്ടുകളാണ്. ഇങ്ങനെ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്ത് പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി അഡ്വൈസർ സന്ദർശനം നടത്തുന്നു, മീറ്റിങ്ങുകൾ നടത്തുന്നു എന്നതൊക്കെ സ്വാഭാവികമായ കാര്യമല്ലേ? ഇനി ഈ PSLV പരാജയം ഉണ്ടായിരുന്നില്ലെങ്കിലും അജിത് ഡോവൽ വരുമായിരുന്നു. ആരും ശ്രദ്ധിക്കാതെ മടങ്ങുകയും ചെയ്യുമായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ആ പോസ്റ്റ് ഇട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ആരും ഇതൊന്നും അറിയുക പോലും ചെയ്യില്ല. അജിത് ഡോവലിനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും അനാവശ്യമായി ഒരു നിഗൂഢതയുടെ ഹാലോ കൊടുക്കുന്നത് ഒരു പുതിയ ട്രെൻഡാണ്. അദ്ദേഹത്തിനാണെങ്കിൽ അതിലൊന്നും ഒരു താല്പര്യവുമില്ല. 2 തവണ തുടർച്ചയായി PSLV പരാജയപ്പെട്ടു എന്നത് ഗൗരവമുള്ള വിഷയമാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് ISRO അന്വേഷിച്ച് എന്താണ് സംഭവിച്ചത് എന്നത് കണ്ടെത്തി തിരുത്തട്ടെ. ഞാൻ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നു, 2025 ലോകമെമ്പാടുമായി 26 ലോഞ്ചുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ നാസയും സ്പേസ് എക്സും റഷ്യയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചൈനയും ഇന്ത്യയും എല്ലാം ഉണ്ട്. എല്ലാം വിശ്വസ്ത റോക്കറ്റുകൾ, പലതും വളരെ സ്ട്രാറ്റജിക്കായ സൈനിക ദൗത്യങ്ങൾ. മടങ്ങി വരാനുള്ള ക്യാപ്സൂൾ കേടായി സുനിത വില്യംസ് ബഹിരാകാശത്ത് കുടുങ്ങിയത് 8 മാസമാണ്. ഇത് ടെക്നോളജിയാണ് സാർ, അതും സ്പേസ് ടെക്നോളജി. ചെറിയ കളിയല്ലിത്. ISRO ഇപ്പോൾ ധാരാളം ഔട്ട്സോഴ്സിങ് നടത്തുന്നുണ്ട്. ഇങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഘടകങ്ങൾ പലതിലും ചതി ഒളിഞ്ഞിരിപ്പുണ്ടാകില്ലേ? നോക്കൂ കൂട്ടുകാരെ, ഔട്ട്സോഴ്സിങ് എന്നത് ലോകത്തെ എല്ലാ ബഹിരാകാശ ഏജൻസികളും ചെയ്യുന്ന കാര്യമാണ്. ചന്ദ്രനിൽ ഇറങ്ങിയ അപ്പോളോ പേടകം നിർമ്മിച്ചത് ബോയിങ് കമ്പനിയാണ്. എയർബസിൻ്റെ വിമാനഭാഗങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് നിർമ്മിച്ച് അസംബിൾ ചെയ്യുകയാണ്. ISRO ഔട്ട്സോഴ്സിങ് തുടങ്ങിയിട്ട് കാലമേറെയായി. അല്ലാതെ ഒരു റോക്കറ്റിൻ്റെ നട്ടും ബോൾട്ടും മുതൽ ISRO നിർമ്മിക്കണം എന്നതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഓരോ പാർട്സും വളരെ മെറ്റിക്കുലസായി ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ടാണ് എടുക്കുക. എത്രയോ നാളായി PSLVയിലെ 2ാം ഘട്ടത്തിലെ വികാസ് എഞ്ചിൻ നിർമ്മിക്കുന്നത് ഗോദ്രേജ് എയറോസ്പേസ് ആണ്. ഇതിനെയൊക്കെ എത്ര ലഘുവായും നിരുത്തരവാദിത്വപരവുമായാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഭീഷണി ഇല്ലെന്നാണോ? ഹാക്കിംഗ് അസാധ്യമാണോ? അല്ല, ഒരിക്കലുമല്ല. ഈ ഭീഷണികളെ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള മൾട്ടി ലെയർ സുരക്ഷയാണ് ഇവിടെയുള്ളത്. ഫേസ്ബുക്കും വാട്സപ്പും GPS കൊണ്ടൊന്നുമല്ല ISROയുടെ കമാൻഡുകൾ കൈകാര്യം ചെയ്യുന്നത്. അതിനൊക്കെ വേണ്ടി മൾട്ടി ലെയർ എൻക്രിപ്റ്റഡ് സിസ്റ്റംസ് ഉണ്ട്. അതിലൊന്നും അങ്ങനെ നുഴഞ്ഞു കയറി കളിക്കാനൊന്നും കഴിയില്ല. എല്ലാ രാജ്യങ്ങളുടെയും കാര്യം ഇങ്ങനെയൊക്കെയാണ്.
അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇവരെല്ലാം പരസ്പരം മത്സരിക്കുന്നുണ്ട്. ഡീലുകൾ കിട്ടാനും ഡീലുകൾ മുടക്കാനുമുള്ള കച്ചവടത്തിൻ്റെ തന്ത്രങ്ങൾ അവിടെ ഉണ്ടാകും. നമുക്ക് ക്രയോജനിക് സാങ്കേതികവിദ്യ കൈമാറുന്നതിൽ നിന്നും അമേരിക്ക റഷ്യയെ വിലക്കി. പക്ഷേ നമ്മളത് സ്വന്തമായി ഡെവലപ്പ് ചെയ്യുന്നതിനെ തളർത്താൻ അമേരിക്കയെന്നല്ല ആർക്കും കഴിയില്ല. സേതുരാമയ്യർ എന്ത് സംസാരിച്ചു എന്നതല്ല, സേതുരാമയ്യർ സംസാരിച്ചു എന്നതാണ് പ്രധാനം എന്ന് സേതുരാമയ്യർ CBI എന്ന പടത്തിലൊരു ഡയലോഗുണ്ട്. അതുപോലെ അജിത് ഡോവൽ എന്തിനു വന്നു എന്നതല്ല, അജിത് ഡോവൽ വന്നു എന്നത് മാത്രമെടുത്ത് അങ്ങനെ അറിയുന്നു എന്ന് മനസ്സിലാക്കുന്നു, ഉണ്ടത്രേ ഇല്ലത്രേ തുടങ്ങിയ വാക്കുകൾ തരാതരം പോലെ ഉപയോഗിച്ച് വിസിബിലിറ്റിക്ക് വേണ്ടി മാധ്യമങ്ങൾ നടത്തുന്ന വില കുറഞ്ഞ പരാക്രമങ്ങൾ സഹായിക്കുന്നത് രാജ്യത്തിൻ്റെ ശത്രുക്കളെ തന്നെയാണ്. അവർ അറിഞ്ഞോ അറിയാതെയോ തകർക്കുന്നത് ISRO എന്ന മഹാസ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയും ഖ്യാതിയുമാണ്. നമ്മുടെ സ്ട്രാറ്റജിക് സ്ഥാപനങ്ങളിൽ ഏത് ചൈനക്കാരനും വേണമെങ്കിൽ കയറി നിരങ്ങാം, റോക്കറ്റുകൾ പരാജയപ്പെടുത്താം, അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെ ഒന്നിനും കൊള്ളില്ല എന്ന ഫോൾസ് നറേറ്റീവാണ് ഇവർ ബിൽഡപ്പ് ചെയ്യുന്നത്. ഇത് ശരിയല്ല, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, രാജ്യദ്രോഹമാണ്, പറയാതിരിക്കാൻ വയ്യ. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.